കാസർഗോട്ടുകാരുടെ സ്വന്തം ചാനലായ KL14 മലബാർ വെഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണ വീട്ടിലെ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളെ കാസർഗോട്ടുകാരുടെ സ്പെഷ്യൽ നെയ്ച്ചോറാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ചൂടാൻ വെച്ച് ഇതിലേക്ക് 100 ml നെയ്യ് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ വേണ്ടത് കൊട്ടയും മുന്തിരിങ്ങാവും, അതായത് കാഷ്യൂനട്ടും കിസ്മിസും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റിൽ അതേ പെർഫെക്ഷനിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 ml നെയ്യും 100 ml വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. കൊട്ടയും മുന്തിരിയും നെയ്യിൽ നിന്നും കോരി മാറ്റിയിട്ട് അതേ നെയ്യിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരു വലിയ ഉള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് അത് നല്ലോണം ഗോൾഡ് കളറാകുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിച്ചപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നല്ല ക്രിസ്പി ആകുമ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ നെയ്യിൽ നിന്നും കോരിയിട്ട് എടുക്കണം. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പം മീഡിയം തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഈ നെയ്യിലേക്ക് 100 ml വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. ഇതും സവാള ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് കയ്യിലുണ്ടെങ്കിൽ അതെന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഞാനിതാ ഈ എണ്ണയും നെയ്യുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ മൂപ്പിച്ചിട്ട് എടുക്കണം. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള നെയ്ച്ചോറ്റിൻ്റെ അരി ഉണ്ടല്ലോ അതൊന്ന് കൈയിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കണം. കാസർഗോട്ടുകാർക്ക് പ്രധാനമായിട്ടുള്ള നെയ്ച്ചോറ്റിൻ്റെ അരിയാണ് ഈ തനിമ റൈസ്. ഇനി ജീരകശാല ഉണ്ടല്ലോ അത് വെച്ചിട്ടും അതേപോലെ നല്ല ഇന നെയ്ച്ചോറ്റിൻ്റെ അരി എടുത്തിട്ട് നെയ്ച്ചോറ് വെക്കണം. ചെറിയ അരിയാണ്. അപ്പോൾ ഈ അരിയിൽ വെച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടാവും. തനിമ റൈസ് അതേപോലെ ജീരകശാല ഇങ്ങനെയുള്ള ചെറിയ തരം അരിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത്. അരിയെല്ലാം നല്ലപോലെ വെള്ളമെല്ലാം വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നെയ്യിലേക്ക് ഞാൻ ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തീ ചെറുതാണ്, അപ്പോൾ കുറച്ച് കൂട്ടി കൊടുത്തിട്ട് ഈ സ്പൈസസും ക്യാരറ്റും ഉള്ളിയെല്ലാം നമുക്ക് മൂപ്പിച്ചിട്ട് എടുക്കണം. ഞാൻ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നല്ല പോലെ മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി സാധാരണ ബ്രാൻഡായ ടൈഗർ, സോന മസൂരി, തനിമൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു റൈസ് ഉണ്ട്. ഇങ്ങനെയുള്ള അരിയെല്ലാം ആണെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം വില കുറവിൻ്റെ അരിയാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. തനിമ ജീരകശാലയെല്ലാം കുറച്ച് വില കൂടുതലുള്ള അരിയാണ്. വില കൂടുതലുള്ള അരിക്ക് വെള്ളം കുറവും വില കുറഞ്ഞ അരിക്ക് വെള്ളം കൂടുതലുമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിങ്ങനെയുള്ള കാര്യമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിന്. എന്നിട്ട് വെള്ളത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം, ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഞാൻ ഇതിലേക്ക് ലേശം നെയ്ച്ചോറിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുത്തിന്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം നല്ല പോലെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. ഫുള്ള് തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇതാ വെള്ളമെല്ലാം നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞെങ്കിൽ ഇതിലേക്ക് അരി ഇട്ടിട്ട് കൊടുക്കണം. അരി ഇതാ വെള്ളമെല്ലാം ഊറിയിട്ട് നല്ല റെഡിയായിട്ട് നിന്നിട്ടുണ്ട്. വെള്ളത്തോടെ ഇട്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവെല്ലാം തെറ്റിപ്പോവും. അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അരി ഇട്ടപ്പാടെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. അല്ല എങ്കിൽ അടിഭാഗം പെട്ടെന്ന് ഉണ്ട കെട്ടും. ഒരു 30 സെക്കൻഡെല്ലാം ടൈം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം തന്നെ ഉണ്ടയായിട്ട് ആ ഭാഗത്തേക്ക് ശരിക്കും വെള്ളം കൊള്ളയില്ല. അപ്പോൾ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് അരി ഇട്ട സെക്കൻഡിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. എന്നിട്ട് തുറന്ന് തന്നെ ഈ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. വെള്ളമെല്ലാം തിളച്ചിട്ടാകുമ്പോൾ ഞാനൊരു മൂടി വെച്ചിട്ട് മൂടിയതിന് ശേഷം തീ ചെറുതാക്കി കൊടുക്കണം. മാക്സിമം ചെറുതാക്കിയിട്ട് 10 മുതൽ 12 മിനിറ്റ് വരെ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിലുള്ളത് മുകളിലുള്ളത് അടിയിലെല്ലാം ആണാലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വീണ്ടും ഇളക്കി കൊടുത്ത് ഇനി വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ടോട്ടൽ 10 മുതൽ 12 മിനിറ്റ് വരെ. കൂടുതലായെങ്കിൽ വെന്തിട്ട് കുഴഞ്ഞു പോകും. 12 മിനിറ്റ് എല്ലാം കഴിഞ്ഞെങ്കിൽ ഫ്ലെയിം ഓഫാക്കണം. ഓഫാക്കി പിന്നെ ഒരു അരമണിക്കൂറിലും കഴിഞ്ഞിട്ട് തുറന്നാൽ മതി.
അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. പിന്നെ കൊട്ട, മുന്തിരിങ്ങ, ഉള്ളിയെല്ലാം ഫ്രീ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഞാൻ പറയുന്ന എല്ലാ പോയിൻറ്റും മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യം വെച്ചിട്ട് നോക്ക്. തീയൊന്നും കൂടിപ്പോണ്ട. തീ കൂട്ടുന്ന സമയത്ത് മാത്രമേ കൂട്ടിക്കൂടൂ. വെള്ളം തിളച്ചിട്ട് അരി തിളക്കുന്നത് വരെ മാത്രമേ ഫുള്ള് തീയിൽ വെക്കാൻ പാടുള്ളൂ. അരിയും വെള്ളവും തിളച്ച് കഴിഞ്ഞെങ്കിൽ തീ ചെറുതാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.